പുറം അമരമ്പലത്ത് പുലിയുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടി ചത്തു. വനം വകുപ്പ് സ്ഥലത്ത് കെണി സ്ഥാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ജംഷീർ നൽകും. ജംഷീർ, എപ്പോഴാണ് പുലി ഇറങ്ങിയത്? അതിപ്പോ ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സമീപത്ത് വീടിന് ഈ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ആളുകൾ വന്നത്. ഈ സമയത്ത് ഈ ആട്ടിൻകുട്ടിയെ കടിച്ചു കൊന്ന നിലയിൽ സമീപത്തെ ഒരു തെങ്ങിന് താഴെയായിട്ട് ഈ ആട്ടിൻകുട്ടിയെ കണ്ടെത്തുകയായിരുന്നുള്ളതാണ്. അമ്പലക്കുന്ന് ക്ഷേത്രത്തിന് സമീപം നറുക്കിൽ ഉണ്ണികൃഷ്ണന്റെ ആട്ടിൻകുട്ടിയാണ് പുലി ആക്രമിച്ചിട്ടുള്ളത്. ശബ്ദം കേട്ട് എത്തിയപ്പോഴേക്കും പുലി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത്, ഓടി മറഞ്ഞു എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഈ വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം പ്രദേശത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇത് പുലിയാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ വനവകുപ്പ് ഉള്ളത്. മാത്രമല്ല 2 ആഴ്ച മുമ്പ് തട്ടിയേക്കൽ എന്ന ഭാഗത്ത്, ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു തട്ടിയേക്കൽ എന്നൊരു ഭാഗത്തും സമാനമായ രീതിയിൽ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഇപ്പോൾ കണ്ടൊരു പശ്ചാത്തലത്തിൽ ഇവിടെ കെണി നേരത്തെ വെച്ച സ്ഥലത്ത് നിന്ന്, അതായത് നേരത്തെ പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കെണി മാറ്റി ഇപ്പോൾ കണ്ട സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഏതായാലും ഈ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന പുലിയാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നതോടുകൂടി വലിയ ഭീഷണിയിൽ അല്ലെങ്കിൽ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉള്ളത്. ശരി, മലപ്പുറം അമരമ്പലത്താണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. വിശദാംശങ്ങളാണ് ജംഷീർ